ദമ്പതികൾക്കിടയിൽ പിണക്കങ്ങളും ഇണക്കങ്ങളും സ്വാഭാവികമാണ്. എന്നാൽ ചിലപ്പോഴെങ്കിലും ഈ പിണക്കം നീണ്ടുപോകുമ്പോൾ അത് വീടിന്റെ സമാധാനത്തെ ബാധിക്കുന്നു. ഈ സാഹചര്യത്തിൽ മനസ്സിന് ശാന്തി നൽകാനും ബന്ധങ്ങൾ ഊഷ്മളമാക്കാനും വിശ്വാസികൾക്ക് ആത്മീയമായ ചില വഴികളുണ്ട്. ഖുർആനിലെ ആയത്തുകളും പ്രാർത്ഥനകളും മനസ്സിനെ പാകപ്പെടുത്താനും അല്ലാഹുവിന്റെ സഹായം തേടാനുമുള്ള മാർഗങ്ങളാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം വർദ്ധിപ്പിക്കാനും പിണക്കം മാറാനും ഏറ്റവും പ്രധാനമായി ഓതേണ്ടയൊന്നാണ് സൂറത്തുൽ ഫുർഖാനിലെ 74-ാം ആയത്ത്. റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാത്തിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അർത്ഥം, ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ പങ്കാളികളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകേണമേ, ഞങ്ങളെ ഭയഭക്തിയുള്ളവർക്ക് മാതൃകയാക്കേണമേ. ഈ പ്രാർത്ഥന ഹൃദയത്തിൽ തട്ടി നിർവഹിക്കുമ്പോൾ അല്ലാഹു ദാമ്പത്യത്തിൽ സമാധാനം നൽകും. അതുപോലെ തന്നെ പരസ്പര സ്നേഹം വർദ്ധിപ്പിക്കാൻ യാ വദൂദു എന്ന അല്ലാഹുവിന്റെ നാമം ചൊല്ലി പ്രാർത്ഥിക്കുന്നതും ഉത്തമമാണ്. എന്നാൽ പ്രാർത്ഥനയോടൊപ്പം തന്നെ നാം ചില പ്രായോഗിക കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ക്ഷമയും വിട്ടുവീഴ്ചയും. ഒരാൾ ദേഷ്യപ്പെടുമ്പോൾ മറ്റേയാൾ ശാന്തത പാലിക്കുക. ക്ഷമിക്കുന്നവരോടൊപ്പമാണ് അല്ലാഹു എന്നത് നാം മറക്കരുത്. സംസാരം. പിണക്കം മാറ്റാൻ മുൻകൈയെടുക്കുന്നത് തോൽവിയല്ല, മറിച്ചു വലിയൊരു വിജയമാണ്. സ്നേഹത്തോടെയുള്ള ഒരു വാക്ക് ഏത് കഠിന ഹൃദയത്തെയും അലിയിക്കും. പ്രശ്നപരിഹാരം. എന്തുകൊണ്ടാണ് അദ്ദേഹം പിണങ്ങിയതെന്ന് ചിന്തിക്കുക. നമ്മുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ അത് തിരുത്താനും മാപ്പു ചോദിക്കാനും മടി കാണിക്കരുത്. ഭക്ഷണം. സ്നേഹത്തോടെ വച്ചുവിളമ്പുന്ന ഒരു നേരത്തെ ഭക്ഷണം പല വലിയ പിണക്കങ്ങളും തീർക്കാൻ സഹായിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ദാമ്പത്യമെന്നത് അല്ലാഹു നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. പിണക്കങ്ങൾ കൊണ്ട് ആ ബന്ധം ഉലയാൻ അനുവദിക്കരുത്. പ്രാർത്ഥനയിലൂടെയും സ്നേഹത്തിലൂടെയും ക്ഷമയിലൂടെയും നമുക്ക് നമ്മുടെ കുടുംബത്തെ സ്വർഗ്ഗതുല്യമാക്കാം.